ഏഷ്യാകപ്പിലെ ആംഗ്യ വിവാദത്തിൽ പാക് താരങ്ങൾക്കെതിരെ പരാതി നൽകി ഇന്ത്യ. ഹാരിസ് റൌഫ്, ഫർഹാൻ എന്നിവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി നൽകിയത്. അതിനിടെ ഹസ്തദാന വിവാദത്തിൽ ടീമുകളെ വിമർശിച്ച് ശശി തരൂർ രംഗത്തെത്തുകയും ചെയ്തു. ഇന്ത്യൻ ടീം പാക് താരങ്ങൾക്ക് കൈ കൊടുക്കണമെന്നായിരുന്നു തരൂരിന്റെ നിലപാട്. സ്പോർട്സ് ഡെസ്കിൽ നിന്നും ഖിലാഫ് അഹമ്മദ് ചേരുകയാണ്. ഖിലാഫ്, ഇപ്പോൾ ഈ പരാതി കൊടുത്തിരിക്കുന്നു ഇന്ത്യ, അതിന്റെ വിശദാംശങ്ങളും ഒപ്പം തരൂരിന്റെ ഒരു നിലപാടും അതേത് തരത്തിലാണ്? സംഗീത സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മത്സരം, അതായത് ഇന്ത്യ പാക് മത്സരം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ക്ലാസിക് പോരാട്ടമായിരുന്നു. എന്നാൽ ഈ ഒരു വർഷം ഏഷ്യ കപ്പിൽ കണ്ടത് ഒരു വിവാദങ്ങളുടെ ചുഴിയിൽപ്പെടുകയായിരുന്നു ഇന്ത്യ അതേപോലെ തന്നെ പാകിസ്ഥാൻ മത്സരം. എന്നാൽ ഇതിൽ പാകിസ്ഥാൻ, അതായത് ഏറ്റവും അവസാനം സൂപ്പർ ഫോറിൽ ഇന്ത്യയും പാകിസ്ഥാനും നേരിട്ടപ്പോൾ ഇന്ത്യക്കെതിരെ ആംഗ്യഭാഷ്യങ്ങളിൽ ഇന്ത്യയെ പരിഹസിച്ചതിനെയാണ് ഇപ്പോൾ ICCക്ക് BCCI പരാതി നൽകിയിരിക്കുന്നത്. അതിൽ പാകിസ്ഥാന്റെ ഓപ്പണറായിട്ടുള്ള ഫർഹാനെതിരെയും അതേപോലെ തന്നെ ബോളറായിട്ടുള്ള ഹാരിസ് റൌഫിനെതിരുമാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഇരുവരും ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ ആംഗ്യങ്ങൾ കാണിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു BCCI ICCക്ക് പരാതി നൽകുന്നത്. കൂടാതെ മാച്ച് റഫറി ആയിട്ടുള്ള ആൻഡി പൈക്രോഫ്റ്റിനും നിലവിൽ പരാതി നൽകിയിട്ടുണ്ട് BCCI. അതേപോലെ തന്നെ ഇരുവർക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഇപ്പോൾ ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ കൂടാതെ നമ്മൾ എടുത്തു പറയേണ്ടത് ശശി തരൂരിന്റെ ഒരു പ്രതികരണം കൂടിയാണ്. കാരണം ഇരു ടീമുകളും വിമർശിച്ചുകൊണ്ടായിരുന്നു ഇന്നത്തെ ശശി തരൂരിന്റെ പ്രതികരണം. അതായത് 1999 കാർഗിൽ യുദ്ധസമയത്ത് പാകിസ്ഥാനും അതേപോലെ തന്നെ ഇന്ത്യയും ലോകകപ്പിൽ ഏറ്റുമുട്ടിയായിരുന്നു. ആ ഒരു സമയത്ത് ഇരു താരങ്ങളും, അതായത് പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും താരങ്ങൾ ഹസ്തദാനം ചെയ്തിരുന്നു. കൂടാതെ ഇതിൽ എടുത്തു പറയുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു മത്സരം, അതായത് ക്രിക്കറ്റിൽ കളിക്കുകയാണെങ്കിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ കളിക്കണം. അതല്ലാതെ കളിക്കാരന്റെ മനോഭാവം, അതായത് ഒരു സ്പോർട്സിന്റെ മനോഭാവം കളിയുന്ന തരത്തിൽ കളിക്കരുത് എന്നായിരുന്നു ശശി തരൂരിന്റെ പ്രതികരണം. കൂടാതെ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇരു താരങ്ങൾ, അതായത് പാകിസ്ഥാനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയായിരുന്നെങ്കിൽ ഈ ഒരു മത്സരത്തിൽ പാകിസ്ഥാനെതിരെ കളിക്കരുതായിരുന്നെന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തു.